ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇപ്പം നമ്മളിങ്ങനെ ഇട്ടിട്ട് വരികയാണ്. കുറേ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ ഇടുന്നത്. വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷേ മെല്ലെ മെല്ലെയാണ് ഇടുന്നത്. ഞാനും മമ്മിയും പപ്പയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അമ്മ വീഡിയോ എടുക്കാണ്ട് അമ്മേനെ കണ്ടില്ല. പിന്നെ പപ്പയും ഞാനും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് ടിക്കറ്റ് എടുക്കാൻ പോയത്. ഇങ്ങനെ ഒരു ടിക്കറ്റിന് വന്നത് എത്ര രൂപയാണ്? 120 എബവ് ആണ്. 120 ആണ് 3 ടിക്കറ്റ്സിന്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഗൈസ് ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നൊക്കെ ഞാൻ അങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. ഓരോ യൂട്യൂബേഴ്സൊക്കെ വരുന്നത്. നമ്മുടെ സെക്യൂരിറ്റി അങ്കിള് നമ്മുടെ ഒരു ടിക്കറ്റ് കട്ട് ചെയ്ത് നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലവറിൻ്റെ പെറ്റൽസ് വരെ എനിക്കത് കണ്ടപ്പോൾ തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് ബേർഡ്സിൻ്റെ ഒരു വേൾഡിലേക്ക് തന്നെയാണ്. കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലവ് ബേർഡ് ആയതുകൊണ്ട് നമ്മൾ ലവ് ബേർഡിനെ തപ്പി പോവുകയാണ്. അതാ ലവ് ബേർഡ്സ് ആണ് ഇവിടെ കുറേ ഉള്ളത്. ഭയങ്കര പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബേർഡിനെ ഞാനെന്ന ലവ് ബേർഡാണ്. അതുകൊണ്ട് തന്നെ കുറേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ കൈകൊണ്ടൊക്കെ കൊത്തി നോക്കാൻ പറഞ്ഞു എന്നോട് പറയും. പക്ഷെ എനിക്ക് അതിനെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കൊത്തി നോക്കാനൊന്നും നിന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി. അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് കൊട്ടുന്നതൊക്കെ. അപ്പം എന്നിട്ട് കയ്യിലൊക്കെ പോയി ഞങ്ങൾ ഫീഡൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മൾ ഓരോ ആനിമൽസിനൊക്കെ കാണാൻ പോവാണ്. കുറേ ടൈപ്പ് ഓഫ് ആനിമൽസൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ആനിമൽസിനൊക്കെ ഓരോന്നും പേര് പറയാൻ പറ്റുമോ നോക്കാം. അമേരിക്കൻ ഇഗ്വാനയാണ് ഇത്. ചെറിയ ഇഗ്വാനാണ്, ക്യൂട്ടാണ്. പക്ഷേ എന്തോ ഒരു സ്മെൽ ബിസ്ക്കറ്റ് ഉണ്ട്. എനിക്ക് കുറേ നേരത്തെ കുറേ വെച്ചിട്ടാണ് ഗോൾഡൻ പെസൻ്റാണ് എടുത്തത്. ഒരു ബേർഡാണ് തോന്നുന്നത്. എനിക്ക് എന്തോ ഒരു ആനിമലും ആണ്, ബേർഡും ആണ്. അങ്ങനെയുള്ളൊരു സംഭവം. ഇതെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പിന്നെ അടുത്തത് കാലിഫോം ഫ്യൂലാണ്. ഫീൽ കേട്ടോ, സദാ ഫീലാണത്. പിന്നെ ഷുഗർ ബ്ലെൻഡറുണ്ട്. അതൊരു സംഭവം. അതധികം പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പം അധികം കാണാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത് എന്തോ ഒരു സാധനം സംഭവമാണ്. ഇത് നമ്മുടെ റാബിറ്റ്. പിന്നെ ബോൾ പൈത്തനാണ്. ഇത് നമ്മുടെ സ്നേക്കാണ്. എനിക്ക് അറപ്പുള്ള സാധനം സ്നേക്കിന് ഇഷ്ടമല്ല ഗൈസ്. പിന്നെ റെഡ് ഫൂട്ടഡ് ടോട്ടോയ്സ്, അമേരിക്കനാണ് ഗൈസ്. ടോട്ടോയ്സ് ഒക്കെ റെഡ് ഫൂട്ടഡ്. പിന്നെ വീണ്ടും ഗ്ലൈൻഡർ. അതെന്തോ ടൈപ്പ് ആണ്. പിന്നെന്താ ഇതെന്താ ഇതെന്താ അറിഞ്ഞൂടാ. ഇതൊക്കെ എലിയുടെ മരം തന്നെ ഉണ്ട്. സംഗമത്തിനെയാണ് ഏകദേശം ഒരേപോലെ തന്നെ ആയതുകൊണ്ട് എനിക്കധികം അറിയില്ല. അത് ജർബോ ആണ്. പിന്നെ ബേബി എന്താണ് എന്നുമാണ്. പിന്നെ അമേരിക്കൻ ഇഗ്വാന, വലിയ ഇഗ്വാന. പിന്നെ ഇത് നമ്മുടെ റാറ്റ്, പിന്നെ ലവ് ബേർഡ്സ്, പിന്നെ സ്പാൻസ് എന്തോ ഒരു സംഭവം. അതൊക്കെ അടിപൊളിയായിട്ടൊന്ന് കാണാനായിട്ട്. ആൽഫബേർട്ട് അതും നല്ലൊരു ഭംഗിയുണ്ട്. ആമസോൺ പാരറ്റ്, പാരറ്റാണ് അത്. ഇതെന്നാണ് ക്യാറ്റാണ്. ഇതെന്ന സംഭവം. പിന്നെന്തോ ഒരു ബ്ലൂ കളർ ഫിഷ്. ഇത് നമ്മൾ ഫിഷിൻ്റെ മഹാരാജാവിലേക്ക് കടന്നു വരികയാണ് ഗൈസ്. ഇതെന്താണ് ഡിസ്കസ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ അത് ടേപ്പൺ അമേരിക്കനാണ്. ഇതിനൊക്കെ 6 years കോഴികളൊക്കെ ഈ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നിൽ ഒരിച്ചാടി പോവാണ്. ഞാനവിടെ റൈഡ് ഉണ്ടാകുന്നതാണ് നോക്കാനാവില്ല തന്നെ പോകുന്നത്. അതാണ് ഇത്രയും തിരക്ക് ഫിഷിനൊക്കെ പെട്ടെന്ന് കണ്ട് ഓടിപ്പോകുന്നത്. കുറേ ടൈപ്പ് ഓഫ് ഫിഷസ് പോകുന്നുണ്ട്. അടിപൊളിയാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സൗണ്ടൊക്കെ ഫുള്ള് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സൗണ്ട് കിട്ടുക. അതുകൊണ്ടാണ്. പിന്നെന്തോ ഒരു യെല്ലോ കളർ ഫിഷ്. ഇവിടെ കുറേ ബലൂൺ ഫിഷ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ബലൂൺ ഫിഷസിന് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും അവസാനം വരെ കാണാൻ. അതാണ് ഏറ്റവും ഒരു ഇതുള്ളത്. എല്ലാവരും മസ്റ്റ് ചെയ്ത് കാണാം. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ
ഇവിടെ മേഴ്മെയ്ഡ് ഉണ്ട് പറഞ്ഞിട്ട് ഇതിവിടെ എൻ്റെ അതിൻ്റെ പേരെന്താണ് തെരണ്ടി അതേ തന്നെ ഉണ്ട് തെരണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കഴിക്കുന്ന ഫിഷ് തന്നെയാണ് തോന്നുന്നത് എനിക്കറിയില്ല എനിക്ക് കണ്ടിട്ട് അതേപോലെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ ഞാൻ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്തായിരിക്കാറുണ്ട് പിന്നെ ഇവിടെയും കുറേ ഫിഷസിൻ്റെ വൈറ്റ് കളർ എന്താ ഫിഷിന് എനിക്കറിയില്ല എന്തോ ഒരു ഫിഷുണ്ട് പിന്നെ ഇതൊരു ബോയ് മർമേഡിനെ കണ്ടില്ലേ ബോയ് മർമേഡ് അതിൻ്റെ കൂടെ കുറേ ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ട് അപ്പം മർമേഡ് നമുക്ക് കയ്യടിക്കുന്നുണ്ടാവും തരും ഉമ്മ തരും ബബിൾ തരുന്നുണ്ട് വേറെ ടൈപ്പ് ഓഫ് തരുന്നുണ്ട് നമ്മളോട് ബൈക്ക് പറയും പിന്നെ ഇവിടെ റൗണ്ട് ആയിട്ടുള്ള സാധനമുണ്ട് എന്താ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുന്നില്ലേ അതുണ്ട് പിന്നെ അടുത്ത് നമ്മൾ മർമെയ്ഡിനെ കണ്ടു എനിക്ക് മർമെയ്ഡിനെ അത്രയും ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഞാൻ കണ്ട് ഓക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡാണ് അങ്ങനെ അത് കണ്ടു അതാ മർമെയ്ഡിലേക്ക് ഒന്നും അത് ഓക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ എന്താ ഓർമ്മയിലും കാണാൻ നല്ല ഭംഗിയാണ് ഞാനിപ്പോഴും ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെള്ളത്തിലാവൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വന്ന കുഞ്ഞു ഫിഷസാണ് കുറേ ടൈപ്പാണ് പിന്നെ നമ്മുടെ പോലത്തെ മാനിൽ അതിലേക്ക് നമ്മൾ കിടന്നു അപ്പോഴും കുറേ ടൈപ്പ് ഫിഷസ് ഇവിടെ ഏറ്റവും വലിയൊരു ഫിഷാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് തപ്പി നടക്കാൻ ബിസ്ക്കറ്റ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് എന്ന് പറയുന്നത് അത് അനങ്ങില്ല ജസ്റ്റ് ഒരു സ്ഥലത്ത് തന്നെ അധികം ടേസ്റ്റിലായിട്ടുണ്ട് അവിടെ പറ്റി വന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിഷാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെയൊക്കെ പല രീതിയിലുള്ള ഫിഷസാണുള്ളത് അങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ കുറേ മീനുകൾ പാറി നടക്കുന്ന ഫിഷ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതൊരു ഭയങ്കര വൈബാണ് ഭംഗിയാണ് യെസ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ബോയ് മർമേഡ് മാണ്ടോ എന്ന് പറയും ബോയ് മർമേഡിനെ കണ്ട് ടാറ്റൊക്കെ പറഞ്ഞു മോമേഡ് ഈ ഫിഷസിനൊക്കെ പോയി പിന്നെ നമ്മുടെ ഫിഷസ് നമ്മൾ കളിച്ചിട്ട് അതിന് നല്ല ഭംഗി പിന്നെ അവിടെ എത്താറായി നമുക്കിനി കുറച്ചുകൂടെ കാണാനുള്ള ഫിഷസിനൊക്കെ നല്ലതാ ഏതൊക്കെയോ ടൈപ്പ് ഫിഷസിനെ കാണുന്നുണ്ട് ഏതാണെന്നൊന്നും അറിയില്ലെങ്കിലും കാണുന്നുണ്ട് ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ആ ചെറുതില്ലേ അതിൻ്റെ ചെമ്മീനില്ല അതും വലിയാണ് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തോ പാമ്പിൻ്റെ ഫിഷ് ഉണ്ടെങ്കിലും ഇതൊക്കെ കാണാനുള്ളതൊക്കെ നല്ല രസമാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതുണ്ടോ സ്റ്റാർ ഫിഷാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ കുറേ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റാണ് ഇവിടെ ഫിഷ് കുടങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കൊട്ട് കളിക്കാനൊക്കെ സ്റ്റാർ ഫിഷ് ഉണ്ട് ഒട്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ പുറത്തേക്ക് എക്സിറ്റിൻ്റെ അവിടെ കുറച്ച് മുന്നേറ്റപ്പം എന്തോ ഒരു ഇത് കണ്ടു അന്നേരം അതിന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ കടകൾക്ക് അടിപൊളി ഓരോ ഫർണിച്ചർ ടോയ്സ് അത്തർ പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബാഗ് സ്റ്റേഷനറീസ് ടോയ്സ് ഗ്ലാസ് സ്കൂളിംഗ് ഗ്ലാസ്സസ് സാധനമുണ്ട് ഒക്കെ കൂടെയുള്ളതാണ് കേട്ടോ അന്നേരം ഞാൻ ഓരോന്നായിട്ട് വാങ്ങി വെക്കുകയാണ് പിന്നെ പണ്ടത്തെ സപ്പോർട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുട്ടികൾ ക്യാപ്പ് എന്തൊക്കെ സാധനങ്ങളല്ല എനിക്കെന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ കെയർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇവിടെ ഇഗ്വാനേനെയും സ്നേക്കിനെയൊക്കെ പിടിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഒരിതുണ്ടാക്കുന്നുണ്ടായിരുന്നു കോട്ടൺ ക്യാൻഡി അപ്പോൾ ഞാൻ വീട്ടിൽ അതും ഒന്ന് വാങ്ങി കഴിച്ചേക്കാമെന്ന് അങ്ങനെ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് വേണമെന്ന് പറഞ്ഞ്
അങ്ങനെ എൻ്റെ പാട്ടിൻ്റെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ലാസ്റ്റ് അങ്ങനെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് ബജി കുറേ ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ വിചാരിച്ചത് ട്വിസ്റ്റ് പൊട്ടാറ്റോ ഉണ്ട്, അതിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് അതിൽ കുറേ മയോണൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്നേരം ഇങ്ങനെയൊക്കെയാണ് അങ്കിള് ഇങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് അതായത് ഓയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ സോസ് വയ്ക്കും, അതുപോലെ മയോണൈസ് വയ്ക്കും. ഞാൻ പറയും കുറേ മയോണൈസ് വയ്ക്കണമെന്ന് കുറേ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ മയോണൈസ് തരത്തുള്ളൂ കേട്ടോ, കുറച്ചേ തരത്തുള്ളൂ. പിന്നെ ഞാൻ അതിൽ കളർത്തിയിരുന്നു. പിന്നെ കുറച്ച് ഫാമിലി ഗെയിമൊക്കെ കളിച്ചു. പൊട്ടയാണ് ആദ്യം എറിയുന്നത് കളിച്ചത്, പക്ഷെ ഒന്നും കിട്ടില്ല. വെറുതെ ആണത് പൈസ കളിച്ച്. അങ്ങനെ അത് കളിച്ച് പിന്നെ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ട് എന്തൊക്കെയൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ അടച്ചു പോയി ഗൈസ്. ഷിറ്റ്, എല്ലാം അടിച്ചു പോയി. അപ്പോൾ നമുക്ക് എക്സിറ്റിലേക്ക് പോകാനേ ഇനി വഴിയുള്ളൂ. അപ്പോൾ ഞാൻ കുതിരേനെ കണ്ടു. അപ്പോൾ കുതിരേനെ കണ്ടു.